അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡവും S&P 500 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് മാത്രം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ട്രേഡ് വാർ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് എല്ലാ മാർക്കറ്റിലും അത് കാണാവുന്നതാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഫെഡ് ചെയർമാൻ സെനറ്റിൽ നടത്തിയ മീറ്റിംഗിൽ ഇനി ഞങ്ങൾ റേറ്റ് കട്ട് നടത്താൻ ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല, അമേരിക്കൻ എക്കണോമി നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു കമന്റ് വന്നിരുന്നു. അപ്പോൾ റേറ്റ് കട്ടിന് ഹോപ്പ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് പൊതുവെ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ലൊരു സെൽ ഓഫ് ആണ് മാർക്കറ്റിൽ കണ്ടത്. അതുപോലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിനും നല്ല രീതിയിലൊരു 3% മുകളിൽ ഒരു സെല്ലിംഗ് ഉണ്ട്. ചില മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇനി സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയത് കണ്ടു. ഒരുപക്ഷെ അതായിരിക്കാം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൂടാതെ ഇന്ന് സീമെൻസ്, ഹൊനാസ, അശോക് ലെയ്ലാൻഡ്, ഭരത് ഫോർജ്, പവർ ഓഫ് ഫിനാൻസ്, അങ്ങനെ പല കമ്പനികളുടെ റിസൾട്ട് ഇന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ന് IIP ഡേറ്റയും ഇൻഫ്ലേഷൻ ഡേറ്റയും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കയിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്നാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ പ്രോ ട്രേഡേഴ്സും പുട്ട് വീണ്ടും ആഡ് ചെയ്തതായിട്ടാണ് കാണുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നെഗറ്റീവാണ്. ഏകദേശം ഒരു ഓവർസോൾഡ് റീജിയനിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോക്കി മാത്രം പൊസിഷൻ എടുക്കുക.